കേരളത്തിൻ്റെ സംബോധ് ഫൗണ്ടേഷന്റെ മുഖ്യ ആചാര്യനായി സേവനമനുഷ്ഠിക്കുകയും സനാതനധർമ്മത്തിൻ്റെ കാലാതീതമായ ജ്ഞാനം ആത്മീയ പ്രഭാഷണങ്ങളിലൂടെയും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെയും പങ്കുവയ്ക്കുന്നതിൽ സമർപ്പിതനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആദരണീയ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി അവരുകളെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഓം ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധി സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിന് ആശ്രമത്തിൻ്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരെയും ഹൃദയംഗവുമായി അഭിനന്ദിക്കട്ടെ. പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയപ്പെട്ടു. ഇനി വല്ലതും ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഏറെ പറയുന്നില്ല. പഴയ ഒരു പന്തയ കഥയ്ക്ക് പുതിയ ചില മാനങ്ങൾ ഉണ്ടായതായിട്ട് ആസ്വദിക്കാനിടയായി. ആ മാനങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കേട്ടിട്ടില്ലെങ്കിൽ കേൾപ്പിക്കാം. കേട്ടതാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഓർമ്മിക്കാം. പന്തയ കഥയിൽ വിജയിച്ചത് ആമയാണ്. പരാജയപ്പെട്ട മുയലിന് ജയിക്കണമെന്ന താല്പര്യം ഉണ്ടായതുകൊണ്ട് വീണ്ടും ആമയോട് ചെന്ന് പന്തയം ആവർത്തിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ആമ തയ്യാറായി. ആ പന്തയത്തിൽ മുയൽ വളരെ ജാഗ്രതയോടെ ഓടി വിജയം വരിച്ചു. അടുത്ത ഊഴം ആമയുടേതായിരുന്നു അത്രേ. തോറ്റ ആമയ്ക്ക് വിജയിക്കണം. അതുകൊണ്ട് ആമ മുയലിൻ്റെ അടുത്ത് ചെന്നു. അവിടെ അവർ ആമയ്ക്ക് വിജയിക്കാൻ വേണ്ടി ആമ റൂട്ടിനെ സംബന്ധിച്ചുള്ള ഒരു മോഡിഫിക്കേഷനാണ് സജസ്റ്റ് ചെയ്തത്. ഇരുവരും മത്സരം ആരംഭിച്ചു. പാതി വഴിയിൽ വെള്ളം വന്നപ്പോൾ ആമ നീന്തി കരയേറി. ഇങ്ങനെ വന്നപ്പോൾ വിജയ സംബന്ധിയായ നിശ്ചയങ്ങൾക്ക് മാറ്റം വന്നു തുടങ്ങി. ആദ്യം സ്ലോ ആൻഡ് സ്റ്റഡി എന്നായിരുന്നെങ്കിൽ സ്മാർട്ട് ആൻഡ് സ്റ്റഡി എന്നത് മോഡിഫൈ ചെയ്യപ്പെട്ടിരിക്കുന്നു. തുടർന്ന് ആമയുടെ കോർ കോമ്പിറ്റൻസിയാണ് വിജയത്തിന് നിദാനമായത്. വീണ്ടും ഈ മത്സരം സംഘടിപ്പിക്കപ്പെട്ടു. അവിടെ റൂട്ട് ഇത് തന്നെ. പാതി വഴിയിൽ വെള്ളമുണ്ട്, നദിയിലൂടെ പോകണം. ആമ അവിടെ വിജയിക്കും, മുയൽ കരയുള്ള ഭാഗത്തും വിജയിക്കും. രണ്ടുപേരും കൂടി യാത്ര ആരംഭിച്ചപ്പോൾ മുയൽ ആമയോട് പറഞ്ഞു, പുറത്ത് കയറിക്കോളൂ, ഞാൻ അവിടം വരെ കൊണ്ടുപോകാം. അതിനുശേഷം ആമ പറഞ്ഞു, പുറത്ത് കയറിക്കോളൂ, ഞാൻ മറുകര എത്തിക്കാം. ഇരുവരും വിജയിച്ച ഈ ഒരു പന്തയത്തിൻ്റെ പുതിയ പാഠങ്ങൾ നമുക്ക് ഏവർക്കും ഓർമ്മിക്കാൻ സാധിക്കട്ടെ. നാം എന്തിന് പരസ്പരം പോരടിക്കുന്നു? വിജയിക്കാൻ നമുക്ക് ഒരുപോലെ സാധിക്കും. ഉഭയ വിജയ സമീപനം. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തു വഹ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരം അവാപ്സ്യഥ. ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനനിലൂടെ നമ്മളോട് എല്ലാവരോടും, അർജുനം നിമിത്തീകൃത്യ, അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മളോട് എല്ലാവരോടും പറയുന്നു, പരസ്പര സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പരസ്പര ആദരവിൻ്റെ സമീപനമാണ് പരമശ്രേയസ്, പരമമായ ശാന്തിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സാക്ഷാത്കാരം സാധിച്ചു തരിക. അവിടെയാണ് വിജയം. ആ വിജയ സാക്ഷാത്കാരത്തിന് നമുക്ക് പരസ്പരം പോരടിക്കുന്നതിന് പകരം ഒന്നിച്ച് നമുക്ക് പോരടിച്ച് തോൽപ്പിക്കാനുള്ള വിഭവങ്ങൾ പുറത്ത് പലതുമുണ്ട്. അതിനെതിരായിട്ട്
പോരടിക്കാം. അങ്ങനെ പരമമായ ശ്രേയസ് കൈവരിക്കാൻ ഏവർക്കും സാധിക്കട്ടെ. അതിനുതകുന്ന ഭരണഘടന നമുക്കുണ്ട്. വൈദിക മത മൂല്യങ്ങളും ധാരാളമായിട്ടുണ്ട്. പരസ്പര യോജിപ്പിനുള്ള താളം കണ്ടെത്താൻ നമുക്കെല്ലാവർക്കും അവരവരുടെ മത അവബോധത്തിനനുസരിച്ചായാലും ശരി, അതുപോലെ പൗരബോധത്തിനനുസരിച്ചായാലും ശരി, ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കാം. ബോധ്യപ്പെട്ട് കിട്ടുന്ന പന്തയ പാഠങ്ങൾ ഇതുപോലെ നമുക്ക് പങ്കുവെച്ച് മുന്നേറാം. ഏവർക്കും ഹൃദയംഗമമായ സ്വാതന്ത്ര്യദിന ആശംസിച്ചുകൊണ്ടും ഇതിന് ക്ഷണിച്ച വിഷയത്തിലുള്ള കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ടും ഗുരുസ്ഥാനത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് വിരമിക്കുന്നു. ഹരി.